ലഹരിപ്പുറത്തെ ആവേശത്തിലാണ് ഇന്നത്തെ തലമുറയിലെ ഒരു വിഭാഗം. മായിക ലോകത്തിൽ ഭ്രമിച്ചിരിക്കുകയാണ് കൗമാരം. ദിനംപ്രതി പുറത്തുവരുന്ന വാർത്തകളെല്ലാം അത്തരത്തിലുള്ളതാണ്. ഈ സമൂഹത്തിൽ ലഹരി വസ്തുക്കൾ സുലഭമായി ലഭിക്കുന്നു, അതും കൂടിയ ഇനം. പരിസരം പോലും മറന്നു പോകുന്ന, മുന്നിൽ നിൽക്കുന്നത് ആരെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ലഹരിയിൽ മുങ്ങിത്താഴുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അതിൽ ലിംഗവ്യത്യാസമില്ല. ലഹരിയുടെ വേരെറുക്കാൻ പോലീസുകാർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും എങ്ങുമെങ്ങും എത്തുന്നില്ല എന്ന് വേണം പറയാൻ. സ്കൂളിലും കോളേജിലും സിനിമാ സെറ്റിലും തുടങ്ങി എല്ലാ മേഖലയിലും ലഹരി എത്തിക്കുന്ന മാഫിയകൾ ഇന്ന് കേരളത്തിൽ സജീവമാണ്. ഹിറ്റ് സിനിമകളുടെ മേക്കപ്പ് മാനായ RJ വയനാടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രഞ്ജിത്ത് ഗോപിനാഥിനെ കഴിഞ്ഞ ദിവസമാണ് എക്സൈസ് വകുപ്പ് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയത്. വാഗമണ്ണിൽ പുതിയ സിനിമയുടെ സെറ്റിലേക്ക് പോകുന്നതിനിടെയാണ് ഇയാൾ പിടിയിലാകുന്നത്. സിനിമാ സെറ്റിലും താരങ്ങൾക്കും ലഹരിമരുന്ന് വിതരണം ചെയ്യുന്നതിൽ RJ വയനാടന് പങ്കുണ്ടെന്ന കണ്ടെത്തലാണ് അന്വേഷണ സംഘം. ആവേശം, രോമാഞ്ചം, സൂക്ഷ്മദർശിനി തുടങ്ങി ന്യൂജൻ ടച്ച് സിനിമകളുടെ മേക്കപ്പ് മാനാണ് RJ വയനാടൻ. അന്വേഷണം ആർക്കു വേണ്ടിയും വഴങ്ങാതെ നിർഭയം നടത്തിയാൽ ലഹരിയിൽ മുങ്ങിയ താരങ്ങളെ അകത്താക്കാനാകുമെന്ന് ഉറപ്പാണ്. 5ാം ക്ലാസ്സുകാരനെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിന്റെ മറവിൽ കഞ്ചാവ് ബിസിനസ് നടത്തിയ അച്ഛനും നമ്മുടെ ഈ സാക്ഷര കേരളത്തിന്റെ അപമാനമാണ്. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് മകന്റെ ശരീരത്തിൽ ഒട്ടിച്ചായിരുന്നു ആരുടെയും കണ്ണിൽപ്പെടാതെ മുഹമ്മദ് ഷമീർ കഞ്ചാവ് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത്. സംഭവം പത്തനംതിട്ട തിരുവല്ലയിലാണ്. വിദ്യാർത്ഥികളെ ഏജന്റുമാരാക്കി ലഹരിയുടെ മൊത്തക്കച്ചവടം നടത്തിയിരുന്നയാൾ 10 വയസ്സുള്ള സ്വന്തം മകനിലൂടെയാണ് കച്ചവടം നടത്തിയത് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. രാസലഹരി ഉപയോഗവും അക്രമവും അനുദിനം വർദ്ധിക്കെ പോലീസിനെ കണ്ട് MDMA വിഴുങ്ങിയ യുവാവ് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. താമരശ്ശേരി അമ്പായത്തോട് സ്വദേശി ഈയാടൻ ഷാനിദിന്റെ ജീവനാണ് ലഹരിയെടുത്തത്. അധികം ആരോടും സംസാരിക്കാത്ത, എന്നാൽ സ്വഭാവദൂഷ്യങ്ങളൊന്നും ഇല്ലാത്തയാളായിരുന്നു ഷാനിദ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ലഹരി ഉപയോഗിക്കുന്നതെന്ന് പറയാൻ എന്തെങ്കിലും ഒരു കച്ചറുണ്ടാക്കുന്ന അത് സംഭവമില്ല. പിന്നെ നമ്മളിപ്പോൾ എന്താ നീ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓനാ ചിരിച്ച മൊത്തത്തോടെ എന്താ പറഞ്ഞാൽ കൊഴിഞ്ഞു പോകുക എന്നല്ലാണ്ട് ആരോടും ഒരു എതിർ പറയുകയെ അങ്ങനത്തെ ഒരു മോനേ അല്ല. ഒരു കച്ചറുണ്ടാക്കി ഒരു വീട്ടിൽ വന്നിങ്ങനെ ഉപദ്രവിക്കുകയൊന്നുമില്ല. അങ്ങനത്തെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നിഷ്കളങ്കത കൈ മുതലായുള്ളത് നല്ലതാണ് എന്ന ധാരണ ഇനി വേണ്ട എന്ന് സാരം. വയനാട്ടിൽ കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി 4 യുവാക്കളാണ് പോലീസിന്റെ വലയിലായത്. ബംഗളൂരു സ്വദേശികളായ AN തരുൺ, ഡാനിഷ് ഹോമിയാർ, നൈനാൻ എബ്രഹാം, കോഴിക്കോട് സ്വദേശി നിഷാന്ത് നന്ദഗോപാൽ എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും പിടികൂടിയത്. ചോദ്യം ചെയ്യലിൽ ഇവരുടെ പിന്നിൽ വലിയൊരു സംഘം തന്നെയുണ്ടെന്ന് പോലീസ് പറയുന്നു. സംസ്ഥാനത്ത് വൻതോതിൽ ലഹരി വ്യാപാരവും കടത്തും നടക്കുന്ന 1377 ബ്ലാക്ക് സ്പോട്ടുകളാണ് പോലീസ് കണ്ടെത്തിയത്. ഏറ്റവും കൂടുതൽ തലസ്ഥാനമായ തിരുവനന്തപുരം സിറ്റിയിലാണ്. ബ്ലാക്ക് സ്പോട്ടുകളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അടുത്തുള്ള തട്ടുകടകളിൽ ലഹരി വ്യാപാരമുണ്ടെന്ന് കണ്ടെത്തി. ലഹരിക്കെതിരെ ഒരുമിച്ച് പോരാടേണ്ടത് നമ്മുടെ സമൂഹത്തിന് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ലഹരി എന്ന വിപത്തിന്റെ വേരെറുക്കാൻ പോലീസിനൊപ്പം ജനപ്രതിനിധികളും ഒപ്പം ജനങ്ങളും കൈകോർത്തേ മതിയാകൂ. പക്ഷേ ഒന്നുണ്ട്, ഇത്തരം ലഹരി വിതരണക്കാരെ പോലീസിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ജീവനും സംരക്ഷണം ഉണ്ടാകണം. ലഹരി വിൽപ്പനയ്ക്കെതിരെ പരാതി നൽകിയതിന് കാസർഗോഡ് മസ്തിക്കുണ്ടിൽ കുടുംബത്തിന് നേരെ പ്രതികളുടെ വീട് കയറി ആക്രമണം ഉണ്ടായതും ഇക്കഴിഞ്ഞ ദിവസമാണ്. അമ്മയെയും മകനെയും മർദ്ദിക്കുകയും വീട് അടിച്ചു തകർക്കുകയും ചെയ്തു. തിന്മയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആക്രമിച്ച് വായടുപ്പിക്കുന്ന രീതി, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗുണ്ടായിസം. ഈ രീതി അവസാനിപ്പിച്ചേ മതിയാകൂ. പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഇരുമ്പിൻ്റെ റാഡെല്ലാം കൊണ്ട് വന്നിട്ട് ആക്രമിച്ചതാണ്. തലക്കും ഇവിടെ ഈ ഭാഗത്തും കുറേ അടുത്ത് അടിയുണ്ട്. ഇവിടെല്ലാം കൈക്കെല്ലാം കൊണ്ടിട്ടുണ്ട്. തലക്കെല്ലാം അടിച്ചിന്. എന്തോ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. വീട്ടിലേക്ക് വന്നിട്ട് പെണ്ണുങ്ങളെല്ലാം തല്ലിന്. നവകേരള സൃഷ്ടിയുമായി സംസ്ഥാന സർക്കാർ 3-ാം ഊഴം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുകയാണ്. നല്ലത് തന്നെ. പക്ഷേ ഈ തലമുറയ്ക്കും വരും തലമുറയ്ക്കും ഇവിടെ വാസം സാധ്യമോ എന്ന് കൂടി ചിന്തിക്കണം. നമ്മുടെ കുട്ടികൾക്കിടയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി കൗൺസിലിംഗ് നൽകണം. സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണ ക്ലാസുകളും എങ്ങനെ കുട്ടികളെ കൈകാര്യം ചെയ്യണമെന്നതിൽ മാതാപിതാക്കൾക്കും കൗൺസിലിംഗ് നൽകണം. ജീവിതമാകണം ലഹരി എന്ന് പഠിപ്പിക്കണം. നമ്മുടെ നാടിനെ സംരക്ഷിക്കണം.